ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ലേ? എനിക്ക് സുഖമാണ്. ഇന്ന് നമുക്ക് മുതിരി ഇണ്ണിത്തണ്ടും വെക്കണതാണ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇണ്ണിത്തണ്ടും മുതിരയും വെക്കുമ്പോൾ മുതിര ആദ്യം നല്ലോണം വറുക്കണം. നല്ലോണം വറുത്തതിന് ശേഷം നല്ല ചുവപ്പ് കളറാവോളം വറുക്കണം കേട്ടോ. കളർ മാറണം. അപ്പോഴുള്ളൂ വറുത്ത ടേസ്റ്റ് കിട്ടുക. അതൊരു എന്തോ ഒരു ടേസ്റ്റാണ് അറിയോ. വറുക്കാദ്യം വെക്കുമെന്ന് പറയണേക്കാം, പക്ഷേ നമ്മളെപ്പോഴും വറുത്തിട്ടാണ് വെക്കുക. വറുത്ത് വെച്ചാലുള്ളൂ ടേസ്റ്റ് കിട്ടുക. ഈ എണ്ണിത്തണ്ട് ഇങ്ങോട്ടേ നല്ലോണം ഇങ്ങോട്ട് ചെറുതാക്കി അരിയണം. അങ്ങനെ ചെറുതാക്കി അരിഞ്ഞങ്ങാണ്ട് നൂലെടുക്കണം. ഇനി ഇങ്ങോട്ട് അരിഞ്ഞെടുക്കണം. നൂലുണ്ട് എടുത്തുങ്ങാണ്ടേ അങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞിട്ട് നൂലിങ്ങോട്ട് എടുക്കുക. നൂലിന് ചുറ്റി എടുക്കണം. ഇപ്പോൾ ചെറുതാക്കി അരിയാണ്. ഇത് അരിഞ്ഞങ്ങാണ്ട് വെള്ളത്തിൽ കണ്ടിടണം. വെള്ളത്തിൽ കണ്ടിട്ട് നല്ലോണം ഒന്ന് കോല് വെച്ച് കണ്ടിട്ട് കടഞ്ഞെടുത്താൽ മതി. കഴുകി എടുക്കണം. കടഞ്ഞങ്ങാണ്ട് നല്ലോണം കടഞ്ഞ് നൂല് കണ്ടെടുത്തിട്ടേ ഒന്നും കഴുകി. ഞാൻ അരിഞ്ഞപ്പോൾ തന്നെ കഴുകി ഒന്ന് വെള്ളം ചോർന്നതിന് ശേഷം കുക്കർക്ക് ആദ്യം മുതിര ഇടുക. പിന്നെ ഇണ്ണിത്തണ്ട് വയ്ക്കിടുക. നൂല് കണ്ടിട്ട് എടുക്കണേ. നൂല് അതേമാതിരി തന്നെ എടുത്തുകൊണ്ട് നല്ലോണം കടഞ്ഞ് ഇതേമാതിരി നൂലുണ്ട് എടുക്കുക. 2 പ്രാവശ്യം കടഞ്ഞാൽ മതി. നല്ലോണം ഒന്ന് കഴുകി എടുക്കണം. മുതിര അരിച്ചെടുക്കണം. മുതിര അതേമാതിരി വറുത്ത മുതിര ആകുമ്പോൾ എളുപ്പമുണ്ടിട്ട് അരിച്ചെടുക്കാൻ. പൊന്തി എല്ലാ മുതിരയും കല്ല് മാത്രം അടിയിൽ നിൽക്കും. പച്ചമുതിര ആണെങ്കിൽ കല്ലും മുതിരയും ഒപ്പം അടിയിൽ നിൽക്കും. അത് നമ്മൾ ശരിക്കും അരിച്ചെടുക്കുക തന്നെ വേണം. അങ്ങനെ ആകുമ്പോൾ അരിച്ചാൽ ഏത് വയ്യാത്തവർക്കും അരിച്ചെടുക്കാൻ എളുപ്പമാണ്. എനിക്ക് അരിച്ചിന പണിയൊന്നും അറിയില്ല, പക്ഷെ ഇങ്ങനെ വറുത്തുങ്ങാണ്ട് ഇങ്ങനെ ആകുമ്പോൾ എളുപ്പം കിട്ടും. കണ്ടില്ലേ? ഇനി ആദ്യം മുതിര കുക്കറിലിടുക. മുതിര കുക്കറിലിട്ടു കേട്ടോ. ഇനി ഇണ്ണിത്തണ്ട് വയ്ക്കാണ്ടിടുക. ഇണ്ണിത്തണ്ട് കൊണ്ടിട്ടിട്ട് അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. അത് കഴിഞ്ഞിട്ട് ഒരു പച്ചമുളകും ഇടണം. എന്തിനറിയാം? നമ്മളിത് വെറും ഉണക്കൽ മുളക് മാത്രം വെച്ചാണ്ടല്ലേ താളിച്ചണത്. മുളകും പൊടി ഇടണില്ലല്ലോ. അപ്പോൾ ഉണക്കൽ മുളക് മാത്രമാകുമ്പോൾ എരിവ് വേണ്ടിയവർക്ക് എരിവ് ഉണ്ടാവില്ല. അത്യാവശ്യം എരിവ് വേണം, എന്തെങ്കിലുമുള്ള ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പച്ചമുളക് ഇടുന്നത്. എന്നാൽ എരിവ് ഏറാനും പറ്റില്ല, ഏറിയാലും നന്നാവില്ല. ആവശ്യത്തിനുള്ള എരിവാണ് അതിനും. ഞാൻ മൂടി വെച്ചങ്ങാണ്ടേ ഒരു 3 വിസിലുണ്ട് വരട്ടെ. അപ്പോൾ നമുക്കൊരു ഉള്ളി അരിഞ്ഞങ്ങാണ്ട് താളിച്ച ഉള്ളി അരിഞ്ഞ് 4 ഉണക്കൽ മുളകും അതിക്കണ്ട് മുറിച്ചിട്ടുങ്ങാണ്ട് നല്ലോണം വാട്ടട്ടെ.
നല്ലോണം ചോക്കണ വരെ ഉണ്ടായി ചോന്നിട്ടേ ആ കരിയേപ്പിൻ്റെ ഇല എന്നിട്ട് അയക്കണ്ടിടുക വേവിച്ച് വെച്ച ഇണ്ണിത്തണ്ട് മുതിരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തൊരു അഭിപ്രായമാണെങ്കിലും ആ കമൻറ്റിലൊന്നും എഴുതിക്കോളി മക്കളെ. എന്താണെങ്കിലും ഞാൻ തിരുത്തും. സെലിത്താത്ത എന്ന് പറഞ്ഞാൽ സെലിത്താത്താൻ്റെ ഒരു ജീവിതം വേറെയാണ്. അതുകൊണ്ടാണ് സെലിത്താത്ത പറഞ്ഞില്ല ആരും. സെലിത്താത്താൻ്റെ മനസ്സിലൊന്നുമില്ല, അതാരും മനസ്സിൽ വെക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.